നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്ന ഗുലാബ് ജാമുനാണ്. പഞ്ചസാര അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 2 ലൈമിൻ്റെ പീസ് കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ഗുലാബ് ജാമുൻ ഒന്ന് തിളച്ച് ചെറുതായിട്ട് വറ്റി വരേണ്ടതുണ്ട്. ഒരു നൂൽ പരുവത്തിൽ അത് സ്പൂണിൽ നിന്ന് നമ്മൾ ഉയർത്തി വീഴിക്കുമ്പോൾ വരുന്ന ആ ഒരു പരുവത്തിൽ വേണം. അതാണ് അതിൻ്റെ ശരിയായ ഒരു സ്ട്രക്ചർ. ഗുലാബ് ജാമുൻ പൗഡർ ഒരു 170 ഗ്രാം, 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 80 മില്ലി പാലെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒരു ചേരുവകളും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. 170 ഗ്രാം പൗഡറിന് ഒരു 80 ml പാല് ധാരാളമാണ്. നന്നായിട്ട് ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ബോളുകൾ കൃത്യമായിട്ട് കിട്ടുന്നത്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ മിക്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ മിക്സ് ഏകദേശം നമ്മളൊരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം.